എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മോഡ്. അപ്പോൾ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ കണ്ടിട്ടുണ്ട്, ദെൻ മീഡിയം കണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡാണ്. മോഡ് ഈസ് ദി വാല്യൂ ഓഫ് ദി ഐറ്റം ഓഫ് എ സീരീസ് വിച്ച് ഒക്കേഴ്സ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി. അപ്പോൾ ഒരു സീരീസ് ഓഫ് വാല്യൂവിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്ത വാല്യൂ ആണെന്ത്? മോഡ്. ഒരു സീരീസ് ഓഫ് വാല്യൂവിൽ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കർ ചെയ്തൊരു വാല്യൂ ആണ് എന്ത്? മോഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഒരു മാസത്തിൽ കണ്ട ഫിലിമിൻ്റെ നമ്പർ നോക്കാം. അപ്പം നമ്പർ ഓഫ് മൂവീസ് 10, 15, 20, 15, 15, 15, 8 അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ട ഏതാണ്? നമുക്കറിയാം 10 ഒരു പ്രാവശ്യമാണ്, 20 ഒരു പ്രാവശ്യമാണ് അല്ലേ, 8ഉം ഒരു പ്രാവശ്യമാണ് കേട്ടോ. 15 ഒരു പ്രാവശ്യമുണ്ട്, 15 2 പ്രാവശ്യമുണ്ട്, 15 3 പ്രാവശ്യമുണ്ട്, 15 4 പ്രാവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് കണ്ട ഏതാണ്? ഈ ഒരു 15 ആണല്ലേ. അപ്പോൾ 15 ആണ് എന്ത് ചെയ്യുക, നമ്മളിവിടെ മോഡായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിലും എങ്ങനെയാണ് മോഡ് കാണുന്നത് നോക്കാം. ആദ്യം മോഡ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ് അല്ലേ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ സീരീസ് ദി വാല്യൂ വിച്ച് ഒക്കേഴ്സ് മോർ നമ്പർ ഓഫ് ടൈംസ്. അപ്പം ഏറ്റവും കൂടുതൽ തവണ ഒക്കർ ചെയ്യുന്ന നമ്പറാണത് നമ്മൾ മോഡായിട്ട് എടുക്കുക അല്ലേ. അപ്പോൾ ഒരു സീരീസ് ഓഫ് വാല്യൂവിൽ ഏറ്റവും കൂടുതൽ തവണ ഒക്കർ ചെയ്യുന്ന വാല്യൂ ആണത് നമ്മൾ മോഡായിട്ട് എടുക്കുക. അപ്പോൾ നമുക്കൊരു സീരീസ് ഓഫ് നമ്പർ നോക്കാം. 23, 35, 28, 42, 62, 53, 35, 28, 42, 35, 23, 42, 35. അപ്പോൾ ആദ്യം 23 നോക്കാം അല്ലേ. 23 ഒരു പ്രാവശ്യമുണ്ട്, ദെൻ 23 2 പ്രാവശ്യമുണ്ട് അല്ലേ. 23 2 പ്രാവശ്യം ഉള്ളത്. ദെൻ നമുക്ക് 35 ഒരു പ്രാവശ്യമുണ്ട്, 35 2 പ്രാവശ്യമുണ്ട്, 35 3 പ്രാവശ്യമുണ്ട്, 35 4 പ്രാവശ്യമുണ്ട്. ദെൻ 28 അല്ലേ, 28 ഒരു പ്രാവശ്യം ഉള്ളത്, 28 2 പ്രാവശ്യമുണ്ട്. ദെൻ 42 ഒരു പ്രാവശ്യം, പിന്നെന്താണ് 42 2 പ്രാവശ്യം, 42 3 പ്രാവശ്യമുണ്ട്. ദെൻ 62 അല്ലേ ഒരു പ്രാവശ്യമാണ്, 62 ഒരു പ്രാവശ്യമേ ഉള്ളൂ. 53 ഒരു പ്രാവശ്യം ഉള്ളൂ. അപ്പോൾ നമ്മൾ ടോട്ടൽ കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത നമ്പർ ഏതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത നമ്പർ ഏതാണ്. അത് 35 അല്ലേ. 35 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ മോഡായിട്ട് എടുക്കുക എന്താണ്? 35നെയാണ്. ഇനി നോക്കാം, ഒരു നമ്പറും കൂടുതൽ തവണ അപ്പിയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ മോഡിന് എന്ത് പറയും? ഇൽ ഡിഫൈൻഡ് എന്ന് പറയും. എന്താണ് ഇൽ ഡിഫൈൻഡ് അല്ലേ. അതായത് ഒരു നമ്പറും അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൽ ഡിഫൈൻഡ് മോഡ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെ മോഡ് കാണുക? അതിനൊരു ഫോർമുല ഉപയോഗിക്കും. മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. എന്താണ് മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി മോഡ് ഫ്രം ദി വാല്യൂസ് അല്ലേ. 40, 25, 60, 35, 81, 75, 90, 10. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ നമ്പറും അല്ലേ ആകെ ഒരു പ്രാവശ്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അപ്പിയർ ചെയ്യുന്നുള്ളൂ. സോ ഈ മോഡ് എന്താണ്? ഇൽ ഡിഫൈൻഡ് മോഡാണ് അല്ലേ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ മോഡ് കാണുക? 3 മീഡിയൻ മൈനസ് 2 മീൻ ആണല്ലേ. അപ്പോൾ നമുക്ക് അവിടെ മീഡിയനും കാണണം, മീനും കാണണം. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ മീൻ കാണാം? നമുക്കറിയാം അല്ലേ, സിഗ്മ എക്സ് ബൈ എൻ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? അപ്പോൾ സിഗ്മ എക്സ് എത്രയാണ്? സിഗ്മ എക്സ് 416 ആണ് അല്ലേ. ബൈ എൻ എത്രയാണ്? 8 നമ്പർ അവിടെ ഉള്ളത്. അപ്പോൾ എൻ 8 ആണ്. സോ നമുക്ക് 52 എന്ന് കിട്ടും. മീൻ 52 ആണ്. ഇനി മീഡിയൻ അല്ലേ. മീഡിയൻ കാണുക സൈസ് ഓഫ് എൻ പ്ലസ് 1/2 ആയിട്ടാണ് അല്ലേ. ഇവിടെ നമ്മളുടെ എൻ എത്രയാണ്? എൻ 8 ആണല്ലേ. അപ്പോൾ 8 പ്ലസ് 1/2 അപ്പോൾ 9 ആണല്ലേ. അപ്പോൾ അത് 4.5 വരും. 4.5 അല്ലേ. ഇപ്പം ഇതാണ് 1, ഇത് 2, ഇത് 3, ഇത് 4, 5, 6, 7, 8 അല്ലേ. അപ്പോൾ 4.5 എന്ന് പറയുമ്പോൾ ഇവിടെ വരും, ഇവിടെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വാല്യൂൻ്റെ ആവറേജ് എടുക്കും അല്ലേ. 14ൻ്റെയും 16ൻ്റെയും ആവറേജ് എടുക്കണം. സോ നമുക്ക് എന്ത് കിട്ടും? 40 പ്ലസ് 60/2 അത് എന്ത് കിട്ടും? നമുക്ക് 50 എന്ന് കിട്ടും. സോ നമുക്ക് മീഡിയനും കിട്ടി. നമുക്ക് മോഡ് കാണാൻ എങ്ങനെയാ? 3 മീഡിയൻ മൈനസ് 2 മീൻ അല്ലേ. അപ്പോൾ 3 ഇൻറ്റു മീഡിയൻ്റെ വാല്യൂ എത്ര? 50 ആണ്. മൈനസ് 2 ഇൻറ്റു അല്ലേ മീൻ്റെ വാല്യൂ എത്ര? 52 ആണ്. അപ്പോൾ നമുക്ക് 150 മൈനസ് 104 46 എന്ന് പറഞ്ഞ് കിട്ടും. ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഒരു വാല്യൂ കൂടുതൽ തവണ അപ്പിയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ മോഡ് എങ്ങനെയാണ് കാണാമെന്ന് നോക്കാം. മോഡ് ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. In the case of discrete frequency distribution, the value having highest frequency is taken as mode. അപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന വാല്യൂനാണ് എന്ത് ചെയ്യുക? നമ്മൾ മോഡായിട്ട് എടുക്കുക. ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന വാല്യൂ. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ സൈസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഐറ്റംസ് അല്ലേ. എന്താണ് നമ്മളെ ഫ്രീക്വൻസി.
അപ്പോൾ നമുക്ക് നമ്മളെ 5 3 ടൈംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, 8 12 ടൈംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് നമ്മൾ എടുക്കുക അല്ലേ. ഇവിടെ ഫ്രീക്വൻസി നമ്പർ ഓഫ് 8 ആണല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്? 40 ആണല്ലോ അല്ലേ. ഇതിലും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളതൊന്നുമില്ല. അപ്പോൾ 40 വരുന്ന വാല്യൂ ഏതാണ്? 12 ആണ്. സോ നമ്മൾ എന്തെടുക്കും? 12നെയാണ് എന്ത് ചെയ്യുക? മോഡായിട്ട് എടുക്കുക. അപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന വാല്യൂനാണ് എന്ത് നമ്മൾ മോഡായിട്ട് എടുക്കുക ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ. ഇനി നമുക്ക് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ മോഡ് എങ്ങനെയാണ് എടുക്കുക നോക്കാം. മോഡ് ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഈ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മളുടെ മോഡ് അപ്പിയർ ചെയ്യുക എവിടെയായിരിക്കും? ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ്സിലായിരിക്കും. ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ്സിലാണ് എന്ത് ചെയ്യുക? നമ്മുടെ മോഡ് അപ്പിയർ ചെയ്യുക. ദെൻ നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇന്റർപോളേഷൻ ഫോർമുല ഉണ്ട്. അപ്പോൾ മോഡ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് പ്ലസ് F1 മൈനസ് F0 ഇൻറ്റു C/2 F1 മൈനസ് F0 മൈനസ് F2 അല്ലേ. ഇവിടെ L1 എന്താണ്? അതായത് നമ്മളുടെ ഒരു മോഡൽ ക്ലാസ് കാണും. ആ മോഡൽ ക്ലാസ്സിന്റെ ലോവർ ലിമിറ്റ് ആണ് എന്ത്? L1. ദെൻ നമുക്ക് F0യും F2ഉം F1 ഉണ്ട്. F0 ഉണ്ട്, F2 ഉണ്ട്, F1 ഉണ്ട്. നമ്മൾ ഹയസ്റ്റ് ഫ്രീക്വൻസിയിലെ ക്ലാസ് ആണ് നമ്മളുടെ മോഡൽ ക്ലാസ്. ഹയസ്റ്റ് ഫ്രീക്വൻസിയിലെ ക്ലാസ് ആണ് എന്ത്? മോഡൽ ക്ലാസ്. അപ്പം മോഡൽ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ആ മോഡൽ ക്ലാസ്സിന്റെ ഫ്രീക്വൻസി F1 ആയിരിക്കും. അതിന്റെ തൊട്ട് മുൻപത്തെ ഫ്രീക്വൻസി ആണ് എന്ത്? F0. അതിനുശേഷം വരുന്ന ഫ്രീക്വൻസി ആണ് എന്ത്? F2. അപ്പോൾ നമ്മളുടെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ക്ലാസിന്റെ തൊട്ട് മുൻപുള്ളതാണ് എന്ത്? F0. അതിനുശേഷം വരുന്നതാണ് എന്ത്? F2. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മോഡൽ ക്ലാസിന്റെ ഇന്റർവെൽ ആണ്. ഇനി നമുക്കൊരു പ്രോബ്ലം വെച്ച് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നമുക്ക് സൈസിലെ 10 to 15 15 to 20 അല്ലേ, അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു മോഡൽ ക്ലാസ് കണ്ടിരിക്കണം അല്ലേ. അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന ക്ലാസ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്? 30 അല്ലേ. അപ്പോൾ ഇത് വരുന്ന ക്ലാസ് ഏതാണ്? 25 to 30. അപ്പോൾ ഇതാണ് എന്ത്? നമ്മളുടെ മോഡൽ ക്ലാസ്. അപ്പോൾ ഈ മോഡൽ ക്ലാസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് കിട്ടും? നമുക്ക് ലോവർ ലിമിറ്റ് അല്ലേ. ലോവർ ലിമിറ്റ് എന്താണ്? 25 ആണ് അല്ലേ. മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? അത് 25 ആണ്. ദെൻ നമുക്ക് കാണുന്നത് F0 F1 F2 ആണ് അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത്? നമ്മളുടെ മോഡൽ ക്ലാസ്സിലെ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന ആ മോഡൽ ക്ലാസിന്റെ ഫ്രീക്വൻസി ആണെന്ത്? F1. അപ്പോൾ നമ്മളുടെ F1 എന്തായിരിക്കും? F1 30 ആയിരിക്കും. ദെൻ F1ന് തൊട്ട് മുമ്പുള്ളതാണ് എന്ത്? F0 അല്ലേ. അപ്പോൾ F0 എന്തായിരിക്കും? 18 ആയിരിക്കും. ദെൻ F1ന് ശേഷം വരുന്നതാണ് എന്ത്? F2 അല്ലേ. F2 എന്തായിരിക്കും? അത് 20 ആയിരിക്കും. സോ F0 18ഉം F2 20 ആയിരിക്കും. ദെൻ നമുക്ക് ഇതിന്റെ ഇന്റർവെൽ കാണണ്ടേ അല്ലേ. ഇന്റർവെൽ എങ്ങനെ കാണുക? 30 മൈനസ് 25 അല്ലേ. 30 മൈനസ് 25 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. സോ സി എന്ത് കിട്ടും? നമുക്ക് 5 അല്ലേ. അപ്പോൾ നമുക്ക് ലോവർ ലിമിറ്റ് 25 കിട്ടി, F1 30, F0 18, F2 20, ദെൻ സി 5. ഇത് നമുക്ക് ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് എങ്ങനെ വരും? നമുക്ക് 25 പ്ലസ് അല്ലേ, എന്താണ് F1 എത്ര വരിക? 30 ആണല്ലേ. അപ്പോൾ 30 മൈനസ് F0 എത്ര? 18 ആണ്. 18 ദെൻ ഇൻറ്റു എന്താണ്? 5/2 ഇൻറ്റു F1 അല്ലേ. 2 ഇൻറ്റു 30 ഇപ്പോൾ 60 ആണ്. 60 മൈനസ് F0 18 ആണ്, മൈനസ് F2 എത്രയാണ്? 20 ആണല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു 25 പ്ലസ് എന്ത് വരും? നമുക്ക് 60/22 വരും. 60/22 വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക? 27.33 എന്ന് വരും. ഇതാണെന്ത്? നമ്മളുടെ മോഡ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത്? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ മോഡ് കാണാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന ഒരു മോഡൽ ക്ലാസ് കണ്ടിരിക്കണം അല്ലേ. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇന്റർപോളേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുക. ലോവർ ലിമിറ്റ്, ദെൻ F1 F0 F2 പിന്നെന്താണ്? ഇന്റർവെൽ.